വാർത്തകൾ തുടരുന്നു. ദുരന്തത്തിന്റെ ആഘാതത്തിലാണെങ്കിലും അയ്യപ്പന് ഇന്ന് ആശ്വാസത്തിന് ദിനമാണ്. ഉരുൾപൊട്ടലിൽ കുടുംബാംഗങ്ങളെ എല്ലാവരെയും നഷ്ടപ്പെട്ട അയ്യപ്പനെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും മടങ്ങിയത്. സെന്റ് ജോസഫ് ക്യാമ്പിൽ കഴിയുന്ന അയ്യപ്പൻ ചേട്ടന് ആ ആഘാതത്തിൽ നിന്നും ഇതുവരെ കരകയറാനായിട്ടില്ല. പക്ഷേ ഇന്ന് ആശ്വാസമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്ന രംഗമായിരുന്നു ഇന്ന് എല്ലാവരും കണ്ടത്. പ്രധാനമന്ത്രി നേരിട്ട് തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ എല്ലാം നേരിട്ട് മനസ്സിലാക്കാനും ഒക്കെ ഇപ്പൊ ഈ സാധാരണക്കാരുടെ കണ്ണീരൊപ്പാനായി ഇവിടെ എത്തിയിരിക്കുന്നത് എങ്ങനെ അത് ആശ്വാസമായി? എല്ലാവരോടും പറഞ്ഞു. എന്റെ കുടുംബത്തിൽ 9 ആള് പോയി. ഇങ്ങനെ കൈയൊക്കെ കാട്ടിയെന്ന് പറയും. എന്നെ കഴിച്ചിലാക്കിയോ ഞങ്ങളെ കഴിച്ചില്ല. അമ്മക്ക അടുത്ത് ലേശപ്പുറത്തോട് പറയണ്ട് പൊട്ടിക്കരഞ്ഞു എന്നാ പറഞ്ഞു അമ്മ. മക്കളെ എന്നൊന്ന് കഴിച്ചിലാക്കിയിട്ടോന്ന്. അപ്പോഴേക്കും രണ്ടാമത്തെ പൊട്ട് വരുമ്പോഴേക്കും അമ്മ പോയി. പിന്നെ ബാക്കി എല്ലാവരും പോയി. ചേട്ടൻ എങ്ങനെയാ രക്ഷപ്പെട്ടത്? എങ്ങനെയാ അവിടെ രക്ഷപ്പെട്ട ഞങ്ങൾ ഓടിയായിരുന്നു. അതായത് ഇതുവരെ ഒരു വഴി, ആ വഴി കൂടെ ഓടി തടിയെടുക്കുമ്പോ അവിടുന്ന് ഇങ്ങനെ അടിച്ചു വരികയാണ് മരങ്ങളും ഇതും. അപ്പൊ ടോർച്ചില്ല. നമ്മൾ തൊട്ടൊരു അയൽവാസി ടോർച്ച് അടിക്കുമ്പോ കല്ലും മണ്ണും ഇങ്ങനെ വീഴുകയാണ്. ഞങ്ങളൊരു അമ്പലക്കുന്ന് പറഞ്ഞ ഒരു അമ്പലമുണ്ട്, അതിന്റെ മുകൾക്ക് അങ്ങോട്ട് കയറി കയറ്റത് അങ്ങോട്ട് കയറി. ആ മദർസ ഉണ്ട്, അതിന്റെ ലേശ താഴായിട്ട് ഇത് ഒതുങ്ങി. അപ്പുറത്തെ വീട്ടിലെല്ലാവരും കൊന്നൊടുക്കിയിട്ട് നടും റോട്ടിൽ വന്നിട്ട് കല്ലും മുട്ടിയും അടഞ്ഞു. അതോടെ അവിടെ നിന്നത്. പിന്നെ പോകാനും വയ്യില്ല, ഒന്നുമില്ല. എങ്ങോട്ട് ഓടുന്നല്ല, പൂന്തി പോവാണ് താഴേക്ക്. നമ്മൾ പൂന്തി പോവാ. അപ്പൊ പിന്നെ എല്ലാവരും നിന്നു. നേരം വെളുപ്പിച്ചു. ഈ നൃത്തം വൈകുന്നേരം 4 മണി വരെ നിന്നു. പക്ഷെ എന്നാൽ പോലും പ്രധാനമന്ത്രി അടുത്ത് വന്ന് ഇങ്ങനെ തോളിൽ തട്ടി അല്ലേ? ചേട്ടന് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലേ? പറഞ്ഞറിയിക്കാൻ പറ്റുമെന്ന് ജീവിതത്തിൽ ആകെ ഒരു സംഭവം നടന്നാൽ പോയി ഇങ്ങനെ വന്ന് പിടിച്ചെന്നെ അമർത്തി. എന്തായാലും അതിജീവനത്തിന്റെ പാതയിലാണ് ഈ അയ്യപ്പൻ ചേട്ടനെ പോലെയുള്ള നിരവധി പേർ. തീർച്ചയായിട്ടും അവർ പുതിയൊരു ജീവിതം. സൂപ്പർ തട്ടി. സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒപ്പം ഉണ്ടായി. എങ്ങനെ കാട്ടി ഗോവേട്ടൻ, അതായത് പാവപ്പെട്ടവരെ മന്ത്രിയാണ് ഗോവേട്ടൻ. എനിക്കത് നല്ല ഉറപ്പുണ്ട്. ഗോവേട്ടൻ ആരും വഞ്ചിക്കില്ല. ഇത്ര പാവപ്പെട്ടവരെ കഴിച്ചിലാക്കിയിട്ടുള്ളൂ. ഈ വയനാടിന്റെ കണ്ണീരൊപ്പാനാണ് പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ പ്രഥമ സേവകൻ, ഈ സാധാരണക്കാരുടെ വേദനകൾ മനസ്സിലാക്കാനായി നേരിട്ടെത്തിയിരിക്കുന്നത്. ഇവർക്കൊക്കെ വലിയ പ്രതീക്ഷയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പകരുന്നത്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ.